നമസ്കാരം. സൂപ്പർ പ്രൈം ടൈം ഇന്നും CPIM-ന്റെ സംസ്ഥാന സമ്മേളന നഗരിയിലാണ്. സംസ്ഥാന സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. ആദ്യത്തെ ദിവസം പൂർണ്ണമായിരിക്കുന്നു. പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗം, തുടർന്ന് സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരണം, അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരളത്തിന് പുതുവഴികൾ എന്ന രേഖയുടെ അവതരണം എന്നിവ പൂർത്തിയാക്കി സമ്മേളനം ഗ്രൂപ്പ് ചർച്ചയ്ക്കായി പിരിഞ്ഞിരിക്കുകയാണ്. നാളെയാണ് പൊതു ചർച്ച നടക്കുക. മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ച നവകേരളത്തിനായുള്ള പുതുരേഖ CPIM-നെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രപരമായ ഒരു ടേണിംഗ് പോയിന്റായി മാറുമോ? കൂടുതൽ നവലിബറൽ നയങ്ങളിലേക്ക് പാർട്ടി മാറുകയാണോ എന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത് രാഷ്ട്രീയമായി ഇന്ന് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലും തുടർന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിനുമുള്ള രാഷ്ട്രീയ വിവക്ഷകൾ എന്തൊക്കെയാണ്? ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും വിട്ടുവന്നാൽ ലീഗ് CPIM-ന് സ്വീകാര്യമാകുമോ? ഒപ്പം ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ട് വളരെ സ്പെസിഫിക്കായി ഫാസിസത്തെ സംബന്ധിച്ച്, ഇന്ത്യൻ ഫാസിസത്തെ സംബന്ധിച്ച്, BJP-യെ സംബന്ധിച്ചുള്ള നിലപാട് ആവർത്തിച്ചുറപ്പിക്കുകയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പേരെടുത്ത് വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ രാഷ്ട്രീയ വിവക്ഷകളാണ് ഇന്നും സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ പഴകുളം മധു കോൺഗ്രസ്, ശ്രീ VV രാജേഷ് BJP, ശ്രീ BN ഹസ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം ശ്രീ ഡോക്ടർ പ്രേംകുമാർ, അദ്ദേഹവും രാഷ്ട്രീയ നിരീക്ഷകനാണ്. ആദ്യം ശ്രീ പഴകുളം മധു, ഇന്ന് പ്രകാശ് കാരാട്ട് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VD സതീശൻ ഒരു മറുപടി കൂടി നൽകിയിരിക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിയോ ഫാസിസ്റ്റ് എന്ന പ്രയോഗം ഒരു പാർട്ടി രേഖയിൽ വരുന്നത്. BJP-യെ കുറിച്ചും കേന്ദ്ര സർക്കാരിനെ കുറിച്ചും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. മുൻകാലത്തത് കഴിഞ്ഞ 2018-ലെ സീതാറാം യെച്ചൂരി ആദ്യമായി അധ്യക്ഷനായ പാർട്ടി കോൺഗ്രസിൽ അത് എമർജിംഗ് ഫാസിസ്റ്റിക് ട്രെൻഡ്സ് എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇന്നത് നിയോ ഫാസിസം എന്നായി പാർട്ടി പുതുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫാസിസത്തെക്കുറിച്ചുള്ള നിലപാട് ലഘൂകരിക്കുകയല്ല, ദൃഢീകരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് CPIM-ന്റെ പോയിന്റ്. കോൺഗ്രസിന് അത് ബോധ്യമാവുന്നുണ്ടോ? അഭിലാഷ്, പ്രകാശ് കാരാട്ടിൻ്റെ ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തിലെ വിശദീകരണം കരട് രേഖയെ ഖണ്ഡിക്കുന്ന ഒരു വിശദീകരണമല്ല. അദ്ദേഹം പറഞ്ഞത് ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫാസിസത്തിനെതിരായി, അതുകൊണ്ട് കരട് രേഖയിൽ കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലെന്നുള്ളതാണ്. ഒരു നവഫാസിസം എന്നുള്ളൊരു പുതിയ വ്യാഖ്യാനം ഫാസിസത്തിന് കൊണ്ടുവരികയാണ് പ്രകാശ് കാരാട്ട്. 2018-ലെ കോൺഗ്രസിൽ പാർട്ടിയുടെ ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റെസൊല്യൂഷനിൽ എമർജിംഗ് ട്രെൻഡ്സ് ഓഫ് ഫാസിസം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റെസൊല്യൂഷനിൽ അത് നിയോ ഫാസിസ്റ്റിക് നേച്ചർ എന്നായി മാറ്റി എന്നാണ് പറഞ്ഞത്. അതായത് 2018-ൽ പറഞ്ഞതിനേക്കാൾ കടുപ്പിച്ചാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. ആയിക്കോട്ടെ അഭിലാഷേ, നവഫാസിസ്റ്റ് സ്വഭാവം എന്നതിലുള്ള തർക്കം അതൊരു നവഫാസിസ്റ്റ് സർക്കാരായോ എന്നത് CPIM-ന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ്. ബാബറി മസ്ജിദ് തകർത്ത, കാലിക്കടത്തിൻ്റെ പേരിൽ മനുഷ്യരെ കൂട്ടക്കൊരുതി നടത്തിയ, പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാക്കിയ, മണിപ്പൂരിൽ വംശഹത്യ നടത്തിയ, കൽബുർഗിയെയും താബോൾക്കറിനെയും ഗൗരി ലങ്കേഷിനെയും ഒക്കെ കൊന്നൊടുക്കിയ ഒരു ഭരണകൂട നയ ഫാസിസമല്ല എന്ന് CPIM പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് ലിബറൽ നയം. അത് വെച്ചാൽ വർഗീയ ശക്തിയുമായി സന്ധി ചേരാനുള്ള പ്രകാശ് കാരാട്ടിൻ്റെ യെച്ചൂരിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പാർട്ടി ലൈൻ. അത് പിണറായിക്കും ഇഷ്ടമാണ്, പ്രിയങ്കരമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയമായി സന്ധി ചെയ്തിരിക്കുന്നു, അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ പാർട്ടി സമ്മേളനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതപര്യന്തം വർഗീയതയ്ക്കെല്ലാം എതിരായി പറഞ്ഞു നടന്ന അവരുടെ വ്യാഖ്യാനങ്ങളെ വെള്ളം ചേർത്തിരിക്കുന്നു. എന്തിനാണ് അതിൽ ഡയലൂട്ട് ചെയ്തത്? ഫാസിസം എന്തുകൊണ്ട് BJP-യെ ഇവർക്ക് വിവക്ഷിക്കാൻ കഴിയുന്നില്ല? എന്തിനാണ് ഇപ്പോൾ നവഫാസിസം എന്നുള്ളൊരു പുതിയ വ്യാഖ്യാനം എന്തിനാണ് പ്രകാശ് കാരാട്ട് കൊണ്ടുവന്നത്? ഞാൻ ഈ ഉദ്ധരിച്ച പ്രശ്നങ്ങളൊന്നും പോരെ ഇന്ത്യയിൽ അല്ല അദ്ദേഹം വിശദീകരിക്കുന്നത്. ശ്രീ പഴകുളം മധു, ഞാൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വാക്കുകളുടെ മലയാളം പരിഭാഷ പറയാം. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് RSS പിന്തുടരുന്നത്. അതായത് RSS എന്ന ഭരണകൂട പ്രത്യയശാസ്ത്രത്തെ കൃത്യമായും ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നത് ഇത് ഈ നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉള്ളതുപോലെയുള്ള ക്ലാസിക്കൽ ഫാസിസം അല്ല എന്ന് പറഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലറുടെയും മുസോളിന്റെയും കാലത്തൊക്കെ ഉള്ളതുപോലത്തെ ഫാസിസം അല്ല ഇത്, മറിച്ച് ഇപ്പോ പല വലതുപക്ഷ രാഷ്ട്രങ്ങളിൽ ഉള്ളതുപോലെയുള്ള നിയോ ഫാസിസമാണ്, നവ ഫാസിസമാണ്. ഞങ്ങൾ ആ ഫാസിസ്റ്റിക് ട്രെൻഡ്സ് ഈ സർക്കാരിനുണ്ട് എന്നാണ് പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ RSSനെ ഫാസിസ്റ്റ് സംഘടന എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്.
അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു വിവക്ഷയാണ്. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ക്രസ്റ്റ് എന്താണ്? അദ്ദേഹം കരട് റിപ്പോർട്ടിനെ തുടർന്ന് പുറത്തു വന്ന ആശയക്കുഴപ്പത്തെ ദൂരീകരിക്കാനുള്ള ഒരു വൃഥാശ്രമമാണ് പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൂടി നടത്തിയിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം ട്രംപിനെതിരായി പറയുന്നു, ചൈനീസ് അനുകൂലമായ പ്രസംഗം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ലയൺ പോർഷൻ എന്ന് പറയുന്നത് ചൈന അനുകൂല പ്രസംഗമാണ്. ചൈനയെ അമേരിക്ക എതിർക്കുന്നു. എന്തിനാണ് ചൈന എതിർക്കുന്നത്? ഇപ്പം ഇന്ത്യയോട് ഇത്രയും ക്രൂരമായ വിരോധം വെച്ച് പുലർത്തുന്ന, നമ്മൾ അതിർത്തികൾ കയ്യേറുന്ന, നമ്മുടെ ദേശീയ താല്പര്യങ്ങളെ മൊത്തം ഹനിക്കുന്ന ചൈനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചൈനീസ് പക്ഷപാതിയായി ട്രംപിനെതിരായിട്ടുള്ള ഒരു പോർവിളിയാണ് അദ്ദേഹം ഈ സമ്മേളനത്തിൽ നടത്തുന്നത്. കേരളത്തിൽ നടക്കുന്ന സമ്മേളനമാണ്. കേരളത്തിൽ CPM പാർട്ടി എന്തെല്ലാമാണ് പറയേണ്ടത്? ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന ഈ ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന കൂലി വർധനവിന് വേണ്ടിയുള്ള ഒരു സമരമുണ്ടല്ലോ, ആ സമരം കേരളത്തിലെ CPM പാർട്ടിയോ പ്രകാശ് കാരാട്ടോ കാണാതെ പോകുന്നത് എന്തുകൊണ്ട്? പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗത്തിൽ അത് വന്നില്ലല്ലോ. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ കേരളത്തിൽ സമരം കാണാത്തത് എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം. എന്തായാലും ഇതപര്യന്തമുള്ള ഇതുവരെയുള്ള എല്ലാ സമ്മേളനങ്ങളുടെയും ഉദ്ഘാടന പ്രസംഗത്തിൽ സാർവദേശീയ വിഷയങ്ങൾ, ദേശീയ വിഷയങ്ങൾ, സംസ്ഥാന വിഷയങ്ങൾ എന്ന ക്രമത്തിൽ തന്നെയാണ് പ്രസംഗങ്ങൾ നടത്തുക. എല്ലാ സമ്മേളനങ്ങളുടെയും ഉദ്ഘാടന പ്രസംഗത്തിൽ സാർവദേശീയ കാര്യങ്ങൾ സവിസ്തരം പറയാറുണ്ട്. ശ്രീ ഡോക്ടർ പ്രേംകുമാർ, എന്തുകൊണ്ട് ഈ കൺഫ്യൂഷൻ എന്നുള്ളത് കൂടിയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ നേതാക്കളോട് ചോദിച്ചപ്പോൾ ഫാസിസം വന്നിട്ടില്ലല്ലോ, ഫാസിസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ AKG സെന്റർ ഇവിടെ നിൽക്കില്ലല്ലോ, ഫാസിസം ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയില്ലല്ലോ എന്ന മട്ടിലൊക്കെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചതാണല്ലോ ഇത്രയധികം കൺഫ്യൂഷനും ഫാസിസം എന്ന ആ ഒരു ടെർമിനോളജി തന്നെ CPM നിരാകരിക്കുകയാണെന്ന ചോദ്യത്തിനുമൊക്കെ ഇടയാക്കിയത്. അഭിലാഷ്, അതായത് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഫാസിസവും നിയോ ഫാസിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണെന്ന് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്, നിരാശയുണ്ട്. ഫാസിസം ഇല്ലാത്ത അവസ്ഥയെ അല്ല നിയോ ഫാസിസം എന്ന് പറയാം. ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ 1940s മുന്നേ നടപ്പിലാക്കിയ ഒരു ഭരണവ്യവസ്ഥയാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. 21ാം നൂറ്റാണ്ടിൽ 2020 24 അങ്ങനെയല്ല ഫാസിസം വർക്ക് ചെയ്യുന്നത്. ഡെമോക്രസിയുടെ ഉള്ളിൽ, ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് പഴയ ഫാസിസ്റ്റ് ഐഡിയോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രകാശ് കാരാട്ടോ സീതാറാം യെച്ചൂരിയോ കണ്ടെത്തിയ ടേം അല്ല നിയോ ഫാസിസം എന്നുള്ളത്. ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരുന്ന BJPയുടെ സർക്കാർ ഡെമോക്രാറ്റിക് സർക്കാരാണ്. പക്ഷേ അവർ പഴയ മിലിറ്ററൈസേഷനേക്കാൾ കൂടുതൽ പ്രൊപ്പഗൻഡയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിയമങ്ങൾ റദ്ദാക്കുകയല്ല ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് റൂൾസ് അല്ലെങ്കിൽ ലോസ് റദ്ദാക്കുകയല്ല ചെയ്യുക, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. മീഡിയയെ പർച്ചേസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിക്കുക. അതേസമയം തന്നെ അവർ സിനോഫോബിക് ആയിരിക്കും. ന്യൂനപക്ഷങ്ങളെയും വിദേശ ശക്തികളോടൊക്കെ ഭയങ്കരമായിട്ടുള്ള പുച്ഛവും പ്രശ്നവും ദേഷ്യമൊക്കെ ഉണ്ടാവും. ഇത്തരത്തിൽ ഫാസിസത്തിന് ആഗോള അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് നിയോ ഫാസിസം എന്നുള്ളത്. ഇത് ഇപ്പോഴത്തെ കുരങ്ങൻ എന്താ മനുഷ്യനാവാത്തതെന്ന് ചോദിക്കുന്ന പോലെ ഫാസിസം ഇല്ല എന്ന് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് വാട്സപ്പിൽ ഓടും, കനകോലുവിൻ്റെ ഇതിലേക്ക് പെടും. പക്ഷേ പൊളിറ്റിക്സിനെ സീരിയസ് ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ പറയുന്നതിന് അത് പൊള്ളത്തരം മനസ്സിലാവും. പിന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം ചർച്ച ചെയ്യാനല്ലെന്നേ ഇവർ കൊല്ലത്ത് പോയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന് ശേഷം എന്തൊക്കെ ചെയ്തു, ഇനി അടുത്ത 3 വർഷക്കാലം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് VD സതീശന്റെ പ്രസ്താവനയെ പറ്റിയിട്ടോ കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയി നിൽക്കുന്നതിനെ പറ്റിയിട്ടോ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതെന്താണ് പരിപാടി എന്ന് അറിയാതെ അടിച്ച് ഡയലോഗ് വിടുകയാണ്. ഇതിനോട് പ്രതികരിക്കേണ്ടി വരുന്നത് വലിയ സങ്കടമാണ്. വളരെ ക്ലിയർ ആയിട്ടാണ് പ്രകാശ് കാരാട്ട് VD സതീശനോട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. VD സതീശനെ പറ്റി പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ BJPക്കെതിരെയുള്ള നിലപാടുകൾ എടുക്കാത്തതിന്റെ ഉദാഹരണങ്ങൾ എന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള വളരെ മൈന്യൂട്ടായ സമരങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടല്ല ഈ സമ്മേളനം. അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്ന പാർട്ടി സമ്മേളനമാണ്. നിങ്ങൾക്കിത് നടത്തി പരിചയമില്ലാത്തതുകൊണ്ട് അറിയാത്തത്. നിങ്ങൾക്ക് ഈ പരിപാടി നടത്തിയിട്ട് പരിചയമില്ലല്ലോ. പഴകുളം മധുവിന്റെ ജീവിതത്തിൽ ഈ സാധനം നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് വേറൊരു പരിപാടിയാണ് സാർ. ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറയൂ. അപ്പൊ ചർച്ചയ്ക്ക് ഒരു സുഖം ഉണ്ടാവും, കേൾക്കാൻ രസമുണ്ട്. അല്ലെങ്കിൽ ആൾക്കാര് നിങ്ങളിത് അറിയാതെ പറയാണെന്ന് കരുതിയിരിക്കും. പ്ലീസ് അങ്ങനെ ഒരു സീൻ ഇല്ലാതെ നോക്കൂ. ശരി, ഓക്കെ. ശ്രീ VV രാജേഷ്, പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗം ഇങ്ങനെയാണ് പുരോഗമിച്ചത്. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് RSS പിന്തുടരുന്നത്. BJP ഉപയോഗിച്ച് RSS ഭരണതലത്തിൽ നുഴഞ്ഞു കയറുന്നു. നവഫാസിസം എന്ന പ്രമേയം
ആദ്യമായി രാഷ്ട്രീയ പ്രമേയത്തിൽ ഉപയോഗിച്ചു. ക്ലാസിക്കൽ ഫാസിസത്തിൽ നിന്ന് അത് വ്യത്യസ്തമാണ്. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരു അപരനെ ഉണ്ടാക്കുന്നു, ശത്രുവിനെ സൃഷ്ടിക്കുന്നു. ഇന്ത്യയിൽ അതിന്റെ രൂപമാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം. ഇങ്ങനെയാണ് പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗം പുരോഗമിക്കുന്നത്. അപ്പോൾ BJPയെ മുഖ്യ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന, അതേസമയം തന്നെ കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ ലൈനിലേക്ക് CPM പോവുകയാണ്. അത് മുൻ നിലപാടിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമാണെന്നോ അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയുടെ ലൈനല്ല പ്രകാശ് കാരാട്ടിനെന്നോ ഒക്കെ ഉള്ള കൺഫ്യൂഷൻ BJPക്കുണ്ടോ? അഭിലാഷേ, ഞാനിന്ന് രാവിലെ ശ്രീ പ്രകാശ് കാരാട്ടിൻ്റെ പ്രസംഗം മുതൽ ഇതുവരെയുള്ള CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പുരോഗതി കിട്ടിയ സമയത്തിലൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. രാവിലെ പ്രകാശ് കാരാട്ടിൻ്റെ പ്രസംഗം തുടങ്ങിയത് മുതൽ അദ്ദേഹം തുടങ്ങിയത് ട്രംപിൻ്റെ ഭരണരീതിയെ പരാമർശിച്ചുകൊണ്ടായിരുന്നു. അതിനുശേഷം ചൈനയിലെ ചില കാര്യങ്ങളൊക്കെ പരാമർശിച്ചു പോയി. എനിക്കതിൻ്റെ ആദ്യ ഭാഗം നല്ലൊരു ശതമാനം കേൾക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ ഫാസിസത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ഒരു 2-3 ആഴ്ച മുൻപ് തന്നെ കേരളത്തിൽ തുടങ്ങിയതാണ്. BJP സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല, ഫാസിസത്തിലേക്ക് രാജ്യം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവരിപ്പോൾ നിൽക്കുന്നത്. ഇതിന് ഈ വിഷയത്തിന് വലിയ സമയം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വലുതായിട്ട് BP കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം ഒരു കാരണവശാലും BJPയുടെ നേതൃത്വത്തിൽ എവിടെയെങ്കിലുമുള്ള, അതൊരു പഞ്ചായത്തായിക്കോട്ടെ, രാജ്യത്തിലായിക്കോട്ടെ, സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, ഫാസിസ്റ്റ് ഭരണ സംവിധാനമാണ് എന്ന് ആർക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു സാഹചര്യം എത്തിയിരിക്കുന്നത് കൊണ്ടാണ് CPMന് അങ്ങനെയുള്ളൊരു മാറ്റം വരുത്തേണ്ട സാഹചര്യം. ഇപ്പോൾ 10 വർഷം കംപ്ലീറ്റ് ചെയ്ത് 11 വർഷം കംപ്ലീറ്റ് ചെയ്തു. 15 വർഷം ഭരിക്കുവാനുള്ള അവകാശമാണ് ജനങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ലോകത്ത് പല രാജ്യങ്ങളിലും ഭരണപക്ഷം പ്രതിപക്ഷത്താകുമ്പോൾ ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നു. ഇപ്പോൾ ചെറിയൊരു ഭൂരിപക്ഷത്തിൻ്റെ കുറവ് ഞങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇനിയും ഇത് ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പരിഹസിക്കും എന്നുള്ള അവസ്ഥ വന്നതുകൊണ്ടാണ്. എന്നാൽ ആ വാക്ക് അവർക്ക് മാറ്റാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളിതിൽ വലിയ സീരിയസ് ആയിട്ട് എടുക്കില്ല. കാരണം CPM കേരളത്തിലിരുന്നത് ഫാസിസ്റ്റ് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ഭരണം കൃത്യമായിട്ട് ജനകീയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അത് യോഗി ആദിത്യനാഥും ഭരിക്കും, നരേന്ദ്രമോദിയും ഭരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെയൊന്നും വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ശരി, ഓക്കെ, വരാം ഞാൻ. ശ്രീ ഹസ്കർ, താങ്കൾ രാവിലെ ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾ കൂടിയാണല്ലോ. ഞാൻ ഉദ്ഘാടന പ്രസംഗത്തെക്കുറിച്ച് ഇനി ഒരുപാട് ചോദിക്കുന്നില്ല. കാരണം ഉദ്ഘാടന പ്രസംഗത്തിനേക്കാൾ അപ്പുറത്ത് സമ്മേളനത്തിന്റെ ബിസിനസ്സിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കേണ്ട സമയം കൂടിയായി. കേരളത്തിലെ രാഷ്ട്രീയ പരിസരങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും കൃത്യമായി പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് CPM എന്ന് മാത്രമല്ല കാസ എന്ന സംഘടനയെ ശ്രദ്ധിക്കണം. കാസ എന്ന സംഘടന അപകടകാരിയാണെന്ന പരാമർശം കൂടി റിപ്പോർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ട് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. പക്ഷേ അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ കാസയെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും SDPയെക്കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിക്കുകയുണ്ടായി. അതുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്യാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻ എങ്ങനെ വേണം എന്ന കാര്യത്തിൽ CPMന് ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടോ? അതോ എല്ലാവരെയും, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് എങ്കിൽ മുസ്ലിം ലീഗ്, RSS എങ്കിൽ RSS എന്നുള്ള നിലയിൽ എല്ലാവരെയും ഒരേപോലെ നീക്കി നിർത്തി ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാതെ ഒരു വളരെ ഓപ്പണായ നിലയിലേക്കുള്ളൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാം എന്നൊരു കോൺഫിഡൻസ് ആ പാർട്ടിക്കുണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അഭിലാഷ, ഇതിൽ CPMന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അടുത്ത 3 വർഷക്കാലം പാർട്ടി എന്തു ചെയ്യണം, കഴിഞ്ഞ 3 വർഷക്കാലം പാർട്ടി ചെയ്തിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ എവിടെയൊക്കെ പിശകു പറ്റിയിട്ടുണ്ട്, എവിടെയൊക്കെ തിരുത്താൻ കഴിയും, പുതിയതായി എന്തു ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള സംസ്ഥാനത്തെ 540 പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് സംഘടനാ രീതി. ആ സംഘടനാ രീതിയുടെ തുടക്കമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. സ്വാഭാവികമായും ആ സംഘടനാ രീതി കേരള രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്നു എന്നുള്ളതും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി കേരള സമൂഹം ഉഴുതുമറിക്കപ്പെടുന്നതിന് ഈ സമ്മേളനം നിതാന്തമാകുന്നു എന്നുള്ളതുമാണ് ഏറ്റവും ചരിത്രപരമായി ഈ സമ്മേളനത്തിൻ്റെ സവിശേഷത. അതിൽ ഇപ്പോൾ നേരത്തെ ഡോക്ടർ പ്രേംകുമാർ വളരെ കൃത്യമായിട്ട് ഫാസിസത്തെയും നിയോ ഫാസിസം അല്ലെങ്കിൽ നവഫാസിസത്തെയും വളരെ കൃത്യമായിട്ട് നിർവചിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു നവ ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് നിലനിൽക്കുന്നത്. BJPയുടെ രാഷ്ട്രീയം ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയം, സംഘപരിവാർ രാഷ്ട്രീയം ഫാസിസ്റ്റ് രാഷ്ട്രീയമാണെന്നുള്ള വിലയിരുത്തലും CPMന് വളരെ നേരത്തെ ഉള്ളത് തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. 2,
കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനുശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും കേരളത്തിൽ സവിശേഷമായ ഒരു സാഹചര്യം ഉള്ളത് SDP-യും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിശ്ചയമായും അവരുടേതായ സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷെ മറിച്ച് കേരളത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ SDP-യോ വെൽഫെയർ പാർട്ടിയോ ജമാഅത്തെ ഇസ്ലാമിയോ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികൾ UDF-ന് ജയിക്കാൻ കഴിയുന്നിടത്ത് ആ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുകയും പരോക്ഷമായി പ്രത്യക്ഷമായി തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് പ്രകടനം നടത്തുന്നതിന് പോലും UDF-ന് അനുകൂലമായി പ്രകടനം നടത്തുന്നതിന് പോലും തയ്യാറായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. അത് സമ്മതിക്കാൻ UDF തയ്യാറായേ മതിയാകൂ. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ മതരാഷ്ട്ര ഭീകര പ്രസ്ഥാനങ്ങളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമായി ചങ്ങാത്തത്തിലാണെന്ന് സമ്മതിക്കണം. അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരത്ത് പാങ്ങോട് പഞ്ചായത്തിൽ ഒരു വാർഡിൽ അവർക്ക് ജയിക്കാനായത്, SDP-യുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാനായത് കഴിഞ്ഞ 20 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് വെറും 100 വോട്ടിലേക്ക്. ശരി, SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയുമാണ് UDF-നെയും ലീഗിനെയും ഒക്കെ നയിക്കുന്നത് എന്ന് CPM കാണുന്നു. അപ്പോൾ ഇന്ന് പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യം ഉണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും ലീഗ് നിരാകരിച്ചാൽ ലീഗ് നിങ്ങൾക്ക് സ്വീകാര്യരാകുമോ എന്നുള്ളത്. അവരങ്ങനെ ചെയ്യട്ടെ എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയുടെ ഉത്തരം. അപ്പോ ഭാവിയിലും ലീഗുമായി ഒരു ധാരണയും ഉണ്ടാകില്ലേ, ലീഗ് സ്വീകാര്യരാകില്ലേ നിങ്ങൾക്കെന്ന് ചോദ്യം വരുമ്പോൾ ഭാവിയിലെ കാര്യം ഇപ്പം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സെക്രട്ടറിയുടെ മറുപടി. അപ്പോൾ മുസ്ലിം ലീഗ് സഹകരണം എന്നുള്ളത് ഒരു അടഞ്ഞ അധ്യായമായി CPM കാണുന്നില്ല എന്ന് നമുക്ക് കൊല്ലത്തു നിന്ന് വായിക്കാമല്ലോ. അല്ല അഭിലാഷ്, ഇതിൽ കാണേണ്ടത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കണമെന്നുള്ളതാണ് CPM-ന്റെ രാഷ്ട്രീയ ലൈൻ. ആ രാഷ്ട്രീയ ലൈനിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് മാത്രമേ ഇടതുപക്ഷത്തിന് പോകാനാവുള്ളൂ. അങ്ങനെ തന്നെ പോകുന്ന സാഹചര്യവുമുള്ളൂ. ഇവിടെ മുസ്ലിം ലീഗ് ഒരു അടഞ്ഞ അധ്യായമല്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് കേരളത്തിലെ ഏതു മുസ്ലിം സംഘടനകളെക്കാളും മതേതര നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. പലപ്പോഴും ലീഗ് വൈകാരികമായി പ്രതികരിച്ചിരുന്നുവെങ്കിൽ ബാബറി മസ്ജിദ് തകർന്ന വേളയിൽ 1992 കാലഘട്ടത്തിൽ കേരളത്തിൽ ലീഗ് വൈകാരികമായി പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളം വിഭാഗീയതയുടെ ഒരു വിളനിലമായി മാറുമായിരുന്നു എന്ന വസ്തുത നിരാകരിച്ചുകൊണ്ട് നമുക്ക് പറയാനാവില്ല. അപ്പോൾ ലീഗ് ഒരു മതേതര സ്വഭാവം സൂചിപ്പിച്ചിരുന്ന ഒരു സംഘടനയെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ 10 കൊല്ലത്തോളമായി ലീഗിൻ്റെ ആ ഭാഗത്തു നിന്ന് ലീഗ് നടത്തി വരുന്നത് ഏതുവിധേനയും വർഗീയ സംഘടനകളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDP-യെയും മറ്റിതര തീവ്രവാദി സംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന പരീക്ഷണശാലയെ കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നിടത്താണ് ലീഗിന് നേരെ വരുന്ന വിമർശനം. ലീഗ് ഇടതുപക്ഷത്തേക്ക് വരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അത് തീരുമാനിക്കേണ്ടത് ലീഗ് മാത്രമാണ്. ലീഗിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ആകമാനം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ആ തീരുമാനം എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ആ മതേതര മുഖം നിലനിർത്തണമെങ്കിൽ ലീഗ് ഇത്തരം വർഗീയ സംഘടനകളെ അകലത്തിൽ നിർത്തിയേ മതിയാകൂ എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലാണ് ഈ സമ്മേളനത്തിൽ MP ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായിട്ട് മാധ്യമപ്രവർത്തകർ കാഴ്ചപ്പാടാണല്ലോ എന്തായാലും പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ശ്രീ പഴകുളം മധു, CPM-ന്റെ സംഘടനാ റിപ്പോർട്ടിൽ ലീഗിനെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വേണം എന്ന് നിർദ്ദേശമുള്ളതായാണ് പുറത്തു വന്ന ചില വാർത്തകൾ. പക്ഷേ നമ്മളാരും ആ റിപ്പോർട്ട് കാണാത്തത് കൊണ്ട് ഞാനതിന് കൺഫേം ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ വസ്തുത എന്നുള്ള നിലയിൽ 100% ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതൊന്ന്, ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു ഭാവിയിൽ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം പറയാൻ കഴിയില്ല, ഇപ്പോൾ ഞങ്ങൾക്ക് ലീഗ് ആവശ്യമില്ല എന്ന് പറയുമ്പോഴും ഭാവി അദ്ദേഹം നിരാകരിക്കുന്നില്ല എന്ന ഒന്നാമത്തെ കാര്യം. 2 ദിവസങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രങ്ങൾക്ക് നൽകുന്ന ലേഖനത്തിൽ, ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ലേഖനത്തിൽ അദ്ദേഹം കോൺഗ്രസ് BJP-ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നതായി ആരോപിച്ചുകൊണ്ട് പറയുന്ന അടുത്ത വാചകം മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയണമെന്നാണ്. അപ്പോൾ ലീഗിലേക്കൊരു ചൂണ്ട പകുതിയെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ? അഭിലാഷ്, അങ്ങനെയല്ല അതിനെ കാണണ്ട. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ ഈ നവഫാസിസം എന്നുള്ള ടെർമിനോളജി ഇട്ട് പുഴുങ്ങി കഴിക്കാനൊന്നും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും താല്പര്യം ഉണ്ടാവില്ല. അത് പ്രകാശ് കാരാട്ട് നിൽക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകമാണ്.
അതൊന്നും പഴകുളം മധുവിനല്ല, ഇതൊന്നും പ്രേംകുമാറിനും ഹസ്കറിനും മാത്രമേ ഇതിലൊക്കെ താല്പര്യമുള്ളൂ. ഇവർ വെച്ചടി ഭാഷയിൽ വെച്ചടിക്കുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾക്കൊന്നും ഒരു താല്പര്യമില്ല. ഇവിടെ എന്താണ് യഥാർത്ഥ പ്രശ്നം? ഇവർ ഫാസിസം എന്ന വാക്കിൽ വെള്ളം ചേർത്തിരിക്കുന്നു. ഇവർ തന്നെ പറയുന്നു ഇത് മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും ഫാസിസം ഇന്ത്യയിലില്ല. അതാണോ നിങ്ങളുടെ നയം? ഈ വർഷമാണോ നവ ഫാസിസം ഇന്ത്യയിൽ ഉണ്ടായത്? 2014 BJP വന്നപ്പോൾ അവരുടെ തുടർച്ചയായിട്ടുള്ള ഫാസിസ്റ്റ് നയങ്ങളിലൊന്നും നിങ്ങളിത് കണ്ടിട്ടില്ലേ? നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നിട്ടുള്ള ആക്ഷേപം, നിങ്ങൾ BJPക്ക് അടിപ്പെടുന്നു, നിങ്ങൾ കേരളത്തിലെ ഏക സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി BJPക്ക് വിധേയരാകുന്നു, നിങ്ങളുടെ സർക്കാരിൻ്റെ അഴിമതി മറയ്ക്കാൻ വേണ്ടി അവർക്ക് നിങ്ങൾ ചാരി നിന്ന് കൊടുക്കുന്നു എന്നുള്ള നിങ്ങൾക്കെതിരെയുള്ള ആക്ഷേപങ്ങളെ ബലപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ പിണറായി പക്ഷപാതിയായിട്ടുള്ള കാരാട്ടിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങൾ. ആ വ്യാഖ്യാനങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സത്യത്തിൽ വല്ലാതൊരു കുഴപ്പത്തിലാണ് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പോൾ എന്താണെന്നറിയാമോ കേരളത്തിലെ CPM പാർട്ടിക്ക് വന്നിട്ടുള്ളൊരു അപജയം? EMSO P. ഗോവിന്ദപിള്ളയോ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഇന്ന് ദൗർഭാഗ്യവശാൽ ഇവിടെ വന്നിരിക്കുന്നത് ഈ പ്രേംകുമാറും ഹസ്കറും ഒക്കെയാണ്. നിങ്ങളുടെ ഈ വ്യാഖ്യാനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റെടുക്കാൻ ഒരു മനസ്സുമില്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും സമ്മതമില്ല. നിങ്ങൾ ഒരു വലിയ തീവ്ര പക്ഷ രാഷ്ട്രീയ നിലപാടാണ് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയ ഫാസിസ്റ്റ് ലൈനാണ് നിങ്ങൾക്കുള്ളത്. വർഗീയ ഫാസിസവും രാഷ്ട്രീയ ഫാസിസവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സ്പേസുമില്ല. നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP എതിർക്കാൻ ഒരു ശക്തിയുമുള്ള രാഷ്ട്രീയ ഫോഴ്സ് അല്ലെന്ന് ഇക്കാലം അത്രയും കൊണ്ട് നിങ്ങൾ തെളിയിച്ചു. ഇപ്പം നിങ്ങൾ BJPയുടെ ഒരു B ടീമാണെന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതാണ് അഭിലാഷ് ഞാൻ പറയുന്നത്. ഇവരിപ്പോൾ ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയ 2 ലേഖനങ്ങൾ അമ്മാത്വം ഇറങ്ങുകയും ചെയ്തു, ഇല്ലത്തൊത്ത് എത്തുകയും ചെയ്തിട്ടില്ല. ഇപ്പം കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. ഭൂരിപക്ഷ വർഗീയത CPM പാർട്ടിയുടെ അണികളെ BJPയിൽ എത്തിക്കാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. അതാണ് അവർ തുറന്നു പറയുന്നത്. അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രം, അത് വിലയിരുത്തിയ രീതി തെറ്റിപ്പോയി എന്ന് പാർട്ടി രേഖ പറയുന്നു. ഇതെല്ലാം വ്യക്തമാക്കുന്നത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ത്രിശങ്കു സ്വർഗത്തിലാണ്. അവരുടെ നയങ്ങൾ പോലും വ്യക്തമാക്കാൻ കഴിയുന്നില്ല. അവരുടെ വിശ്വാസം അണികൾക്കിടയിൽ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളതാണ്. അതാണ് അവർ തിരുത്തേണ്ടത്. ആ തിരുത്തൽ നടത്താൻ ഈ പാർട്ടി സമ്മേളനത്തിൽ കഴിയുന്നില്ലെങ്കിൽ അതാണ് കോൺഗ്രസിന്റെ അപകടത്തിലേക്ക് പോകും. ശരി, അതാണ് കോൺഗ്രസിന്റെ വിമർശനം. ശരി, ആവട്ടെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ പ്രേംകുമാർ, ഇവിടെ PGയെയും അതുപോലെ തന്നെ EMSനെയും ഒക്കെ വിട്ടേക്കൂ. കഴിഞ്ഞ സമ്മേളന കാലയളവ് എന്ന് പറയുന്നത് CPMന് കേരളത്തിലെ സെക്രട്ടറിയെ കോടിയേരി ബാലകൃഷ്ണനെയും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും നഷ്ടമായ സമ്മേളന കാലയളവാണ്. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ സമ്മേളനമാണ്. ഇപ്പോൾ വിവിധ വിഷയങ്ങളിൽ, അതിപ്പോൾ ദേശീയ സർക്കാരിനോടുള്ള വർഗീയതയോടുള്ള നിലപാടിൻ്റെ കാര്യത്തിലാവട്ടെ, മുതലാളിത്തത്തോടുള്ള നിലപാടിൻ്റെ കാര്യത്തിലാവട്ടെ, ദേശീയ ബൂർഷ്വാസിയോടുള്ള നിലപാടിൻ്റെ കാര്യത്തിലാവട്ടെ, കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യങ്ങളോടുള്ള നിലപാടിൻ്റെ കാര്യത്തിലാവട്ടെ, ഒരു 100% ക്ലാരിറ്റിയോടുകൂടി പൊതുസമൂഹത്തിന് ബോധ്യമാവുന്ന വണ്ണം വിശദീകരിക്കാൻ CPMന് കഴിയാതെ പോകുന്നുണ്ടോ? അതുകൊണ്ടാണോ 100 അഭിപ്രായങ്ങൾ വരുന്നത്? അഭിലാഷ്, അതിൻ്റെ മുമ്പേ ഈ നിയോ ഫാസിസം എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും കൂടി ക്ലിയർ ആക്കണം. പ്രേമലു സിനിമേൻ്റെ ക്ലൈമാക്സ് സീനിൽ റീനു എന്ന് പറയുന്ന നായിക കഥാപാത്രം പറയുന്നുണ്ട്, I think I am falling for you എന്ന്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ ഓന് മനസ്സിലാവില്ല, നീ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് റീനു I love you എന്ന് പറയുന്നത്. ഒന്ന് കടുത്ത് പറയുന്നതിന് എന്നോട് ക്ഷമിക്കുക. ഒരു കാര്യം പറയാനേ പറ്റുള്ളൂ ആർക്കായിരുന്നാലും, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. പ്രിയപ്പെട്ട കുമാരവിള സഖാവ് പറയുന്ന ഈ തത്വാധിഷ്ഠിത വാദം ഇപ്പൊ പാർട്ടി മീറ്റിംഗിൽ പോലും പഴകുളം മധുവിന് മനസ്സിലാകത്തില്ല. എനിക്ക് അറിവില്ലായ്മയാണെന്ന് പറയാം. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും പ്രേംകുമാറെ ഈ സിനിമയിൽ കണ്ട പഴയ വാദം ഉണ്ടല്ലോ, കുമാരവിള സഖാവിനെ തർക്കിക്കാൻ, ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആയിട്ടില്ലെന്നുള്ളത്. അതാണ് ഇപ്പോഴും നിങ്ങളെ ഭരിക്കുന്നത്. നിങ്ങളിപ്പോഴും സിനിമയും കണ്ടിരുന്നുള്ളൂ. ഞാൻ കാര്യം പറയട്ടെ, അതായത് നിയോ ഫാസിസം എന്ന് പറഞ്ഞാൽ ഫാസിസത്തെക്കാൾ ഭീകരമായ അവസ്ഥയാണ്. ഒരു പാർട്ടിയെ പറ്റി നിയോ ഫാസിസ്റ്റ് എന്ന് 2024 പറഞ്ഞാൽ അത് ഫാസിസവും കടന്നിട്ട് അതിനേക്കാൾ അതിസമർത്ഥമായ മെത്തഡോളജീസും ടൂൾസും ഉപയോഗിക്കുന്നു എന്നാണ് അതിനർത്ഥം. അതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ പ്രൊപ്പഗാൻഡയിലൂടെ കളവ് പറഞ്ഞിട്ട് ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളത്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിയോ എന്ന് ചേർക്കുന്നത് കൊണ്ട് എല്ലാം പുതിയത് നല്ലത് എന്നല്ല. KSRTCയിൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ചാർജ് കൂടുതലാണ്, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യയേക്കാൾ ചാർജ് കുറവാണ്. ഇതിലും ലളിതമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ എന്ത് കാര്യം പറയുന്നതെന്ന് മനസ്സിലാക്കൂ. ഒരു പാർട്ടി ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നതിനേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അത് നിയോ ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ അഭിലാഷ് ചോദിച്ചതിൻ്റെ അകത്തേക്ക്,
അതായത് CPM എന്നുള്ള ഒരു പാർട്ടി മാത്രമാണ് സത്യത്തിൽ കേരളത്തിൽ, അല്ലെങ്കിൽ CPI എന്നുള്ള പാർട്ടിയാണ് ഓരോ കാര്യങ്ങളെ പറ്റിയും ഇത്ര വിശദമായിട്ട് ചർച്ച ചെയ്ത് തർക്കിച്ച് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എടുത്ത് ആളുകളോട് പ്രിന്റ് ചെയ്ത് വിശദീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനകത്ത് പലപ്പോഴും കൺഫ്യൂഷൻസും ക്ലാരിറ്റി കുറവും ഉണ്ടാവുകയും ചെയ്യും. അത് നിരന്തരമായി ചർച്ച ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പിന്നെ നയം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എഴുതി വെച്ച സാധനം, അത് മതവിശ്വാസമാണ്. ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ എല്ലാ കാലവും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അല്ലല്ലോ. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് നയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തായാലും ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ രാഷ്ട്രീയ കാലാവസ്ഥ, ഇന്ത്യയിലെ ഭരണവർഗത്തിന്റെ അവസ്ഥകൾ, കേരളത്തിലാണെങ്കിൽ കോൺഗ്രസിന്റെ, ഇന്ത്യയിലാണെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥകൾ അനുദിനം എന്നുള്ളതുപോലെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം BJPക്ക് എതിരായിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു സംഗതിയാണുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റെ നേതൃസ്ഥാനത്ത് വരേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അത് പറയുന്നുണ്ട്. പക്ഷെ ഇഫക്റ്റീവായിട്ട് ഗോവിന്ദമാഷി പറഞ്ഞ ജാഗ്രതയോടെ അത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, അവരത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഡൽഹിയിലടക്കം തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതേസമയം തന്നെ നാഷണൽ പൊളിറ്റിക്സിൽ BJPക്ക് എതിരെ നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഇന്ത്യയിലുള്ള എല്ലാ മതേതര പാർട്ടികളുടെയും ഉത്തരവാദിത്തമാണ്. 10 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ് കോൺഗ്രസിനെ പറ്റി അങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പലയിടങ്ങളിൽ സാമ്പത്തിക നയ സമീപനങ്ങളുടെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടോ എന്നുള്ളതാണ്. ആ വിഷയം ചർച്ച ചെയ്യാം. ഒരു ചെറിയ ഇടവേള ഇപ്പോൾ അത്യാവശ്യമാണ്. ആ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള നവകേരളത്തിനുള്ള പുതുവഴി എന്ന നയരേഖയാണ്. 6 ഭാഗങ്ങളുള്ള രേഖയാണ് ഇത് എന്ന് CPM വിശദീകരിക്കുന്നു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്ക് സമാനമായ വിധത്തിൽ കേരളത്തെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ നയരേഖയുടെ ഉദ്ദേശം. CPM സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത് വികസിത അല്ലെങ്കിൽ അർദ്ധ വികസിത സമ്പദ് വ്യവസ്ഥകളെ പോലെ കേരളത്തെ മാറ്റാനുള്ള പദ്ധതി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് വിഭവ സമാഹരണം നടത്തുക എന്ന ചോദ്യത്തിന് അതിന് നിക്ഷേപം അനിവാര്യമാണ് എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. അപ്പോൾ സ്വകാര്യ മൂലധനത്തെയും നിക്ഷേപത്തെയും ഒക്കെ നോക്കിക്കണ്ടിരുന്ന കാഴ്ചപ്പാട് CPM ഒരു ഭരണപക്ഷ പാർട്ടി ആകുമ്പോൾ മാറ്റുകയാണോ? ഇതൊരു ടേണിംഗ് പോയിന്റ് ആണോ? ഒരു പാരഡൈം ഷിഫ്റ്റ് ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളതും കൗതുകകരമാണ്. ശ്രീ BN ഹസ്കർ, കൊല്ലം സമ്മേളനം അങ്ങനെ CPMന്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു നയം മാറ്റത്തിന്, ഒരു ചുവടുമാറ്റത്തിന് ഉള്ള വേദിയാവുകയാണോ? ഇപ്പോൾ വിമർശകർ സ്വാഭാവികമായി അതിനെ കടുത്ത വലതുപക്ഷ വ്യതിയാനം എന്ന് വിമർശിക്കും. ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആടയാഭരണങ്ങളൊക്കെ ഒഴിവാക്കി പ്രോ ബിസിനസ്സായ, പ്രോ ഇൻവെസ്റ്റ്മെന്റ് ആയ ഒരു പാർട്ടിയായി, ഒരു ഭരണ പാർട്ടിയായി CPM മാറുന്നു. ഇന്ത്യൻ കാലാവസ്ഥയിൽ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായേ പരമാവധി ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയൂ. സ്വകാര്യ മൂലധനത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാര്യവും ഇനി ഒരു തരത്തിലും ആലോചിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഒരു സമ്മതമായി ഈ പുതിയ നയരേഖയെ നമുക്ക് കാണാമോ? അഭിലാഷ്, ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പറഞ്ഞ് 6 അധ്യായങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ടുള്ള രേഖ. ആ രേഖയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് കേരളത്തെ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിലേക്ക് എടുത്തുയർത്തുക എന്നുള്ളതാണ്. വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു പക്ഷേ മാർക്സിയൻ തിയോളജിയുടെ അടിസ്ഥാനത്തിൽ മാർക്സിയൻ ഐഡിയോളജിയേ അല്ല. എന്നിരുന്നാൽ പോലും സ്വാഭാവികമായി കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഭൂപ്രകൃതിയും സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന അടിസ്ഥാന മൂല്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം. മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാറ്റമല്ലാത്തതായി എല്ലാം മാറാൻ കഴിയുന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് ചിന്തിക്കേണ്ടത്. കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഇതിനെ വിവക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അത്തരമൊരു സമീപനം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമായിട്ടുള്ള നിക്ഷേപം, നേരത്തെ കേരളം കേട്ടിട്ടുള്ള ഏറ്റവും വലിയ പഴി എന്ന് പറയുന്നത് വ്യവസായവൽക്കരണത്തിന് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല കേരളം എന്നുള്ളതാണ്. ഇന്ന് കഴിഞ്ഞ സമ്മിറ്റ് കഴിയുന്നതോടുകൂടി 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം. താങ്കൾ ഒരു ചെറിയ ചരിത്രം ആലോചിക്കണം. ഇതേ ചിന്ത, അതായത് ഇപ്പൊ പിണറായി വിജയന് വന്ന ഇതേ ചിന്ത കുറെ നാൾ മുമ്പ് ബംഗാൾ പാർട്ടി ഘടകത്തിന് വന്നു, ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് വന്നു. 2006 ജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ, നമ്മൾ കുറെ കൂടി പ്രോ ബിസിനസ് ആവണമെന്ന് തീരുമാനിക്കുന്നു. സലീം ഗ്രൂപ്പിനെ ഇൻവൈറ്റ് ചെയ്യുന്നു, ടാറ്റയെ ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ടാറ്റയുടെ നാനോ കാർ ഫാക്ടറി വരുന്നു. അതുപോലെ തന്നെ സിംഗൂർ കഴിഞ്ഞ് നന്ദിഗ്രാമിൽ വലിയ ഒരു കെമിക്കൽ ഹബ്ബ് വരുന്നു. അതിനു വേണ്ടിയിട്ടൊക്കെ ജനങ്ങളെ കുടിയിറക്കേണ്ടി വരുന്നു. വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു. ആത്യന്തികമായി 2011 ആ സർക്കാർ തകരുന്നു. അപ്പോൾ ഒരു നയം മാറ്റം പിഴച്ചതിന്റെ വലിയ ഉദാഹരണം ബംഗാളിൽ നിന്ന് എന്തുകൊണ്ടാണ് CPM കാണാത്തത്?
അല്ല അഭിലാഷ്, പശ്ചിമ ബംഗാൾ ഒരു വലിയ പാഠം തന്നെയാണ് നിശ്ചയമായും. ആ പാഠം കൂടി ഉൾക്കൊണ്ടാണ് കേരളത്തിലെ വികസന സാധ്യതകളിലേക്ക് എത്തുന്നത്. നമ്മൾ പശ്ചാത്തല സൗകര്യ വികസനം ഒരുക്കുന്നതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലൂന്നിയ ഒരു സമ്പദ് വ്യവസ്ഥയാണ് വിഭാവന ചെയ്യുന്നതെങ്കിൽ ഈ നേരത്തെ പശ്ചിമ ബംഗാളിൽ സംഭവിച്ച ആ പാളിച്ചകളും പോരായ്മകളും തിരുത്താൻ കേരളത്തിലാകും എന്നുള്ള വസ്തുത കൂടി നാം മനസ്സിലാക്കണം. കേരളത്തിൻ്റെ സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ആർജിക്കാൻ കഴിയുമോ, എന്തൊക്കെ വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിയുമോ അത്തരം വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് സമീകൃതമായിട്ടുള്ളൊരു സാമ്പത്തിക വ്യവസ്ഥയിലേക്കാണ് കേരളം മാറേണ്ടത് എന്ന ഉത്തമ ബോധ്യമാണ് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമ്മേളനത്തിന് വരുന്ന കേരളത്തെ സംബന്ധിച്ച് 2040 കേരളം ചുവടുവെക്കുമ്പോൾ എങ്ങനെയാകണം കേരളം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സമഗ്രമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന ആ പ്രബന്ധം അല്ലെങ്കിൽ ആ ചർച്ചയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ആ ചർച്ചയുടെ ആധാരം എന്നാണ് താങ്കൾ കാണുന്നത്. ശ്രീ വി രാജേഷ്, അതിൽ വേറൊരു രാഷ്ട്രീയം കാണേണ്ടത്, ഇപ്പൊ നോക്കൂ, പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ വർഷമാണിത്, രണ്ടാം പിണറായി സർക്കാരിന്റെ. അപ്പോൾ ആ അവസാനത്തെ വർഷം നവകേരളത്തിന് പുതുവഴികൾ എന്ന ഒരു ഡോക്യുമെന്റ് അവതരിപ്പിക്കുകയാണ്. ആ ഡോക്യുമെന്റിൽ ചർച്ച നടക്കുകയാണ്. അത് ഫൈനൽ ആവാൻ പോവുകയാണ് സമ്മേളനം കഴിയുമ്പോൾ. അതിനർത്ഥം പിണറായി 3.0 റെഡിയാണ്, അതിങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം പിണറായി സർക്കാരിന്റെ ഒരു വികസന നയരേഖ പോലെ അത് വരും, അത്രയും കോൺഫിഡന്റ് ആണ് അവർ എന്നല്ലേ? ഞാൻ ആ പോയിന്റ് തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ സമ്മേളന പരിപാടികൾ വീക്ഷിക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഞാൻ വീക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നിയത് CPM-ൻ്റെ ഒരുപാട് സംസ്ഥാന സമ്മേളനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഒപ്പോണൻ്റ് ആയതുകൊണ്ട് നമ്മൾ പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ കണ്ടത് സാധാരണ CPM-ൻ്റെ സമ്മേളനങ്ങൾ നടക്കുമ്പോഴേക്കും ആ സമ്മേളനങ്ങളിലെ സംഘടനാപരമായ രാഷ്ട്രീയമായ ചർച്ചകളുടെ ഔട്ട്കം ആയിരുന്നു ഭരണം എന്നുള്ളത്. അതായത് ആ ചർച്ചകളൊക്കെ നടത്തിയിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഭരണവുമായി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ വരേണ്ടതാണ്. ഇത് തുടങ്ങുന്നത് തന്നെ ഭരണം, ഞാനത് തെറ്റായിട്ട് കാണുന്നില്ല, പക്ഷേ CPM-ന് വരുന്ന മാറ്റമാണ്. CPM ഇങ്ങനെ ആയിരുന്നില്ല. 6 മണിക്കൂറാണ് മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലനേഷനൊക്കെ വേണ്ടി കൊടുത്തിരിക്കുന്നത്, അവതരണത്തിനും വിവരണത്തിനും ഒക്കെ വേണ്ടി കൊടുത്തിരിക്കുന്നതെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എനിവേ, അപ്പോൾ CPM എന്നുള്ള കേഡർ പാർട്ടി ഭരണത്തുടർച്ച ലീഗിനെ ഉൾപ്പെടെ കൂട്ടി ഭരണം നിലനിർത്തണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നു. മറ്റൊന്ന്, ഞാൻ മാധ്യമവാർത്തകളിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്, മുഖ്യമന്ത്രി സെറ്റ് ചെയ്യുന്ന അജണ്ട അനുസരിച്ചാണ് CPM-ൻ്റെ സമ്മേളനവും, മുഖ്യമന്ത്രി അതായത് പിണറായി വിജയൻ സെറ്റ് ചെയ്യുന്ന അജണ്ട അനുസരിച്ചാണ് CPM-ൻ്റെ എല്ലാ പ്രവർത്തനവും. ഇപ്പോൾ അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പാർട്ടിക്ക് താഴെയായിരുന്നു ഭരണമെങ്കിൽ ഇപ്പോൾ ഭരണത്തിന് താഴെയായി പാർട്ടി എന്നുള്ള അവസ്ഥയിലേക്ക്. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഇന്ത്യയിൽ തന്നെ ഞങ്ങളൊക്കെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും CPI-യുമായിട്ട് വിയോജിക്കുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. വ്യക്തി കേന്ദ്രീകൃതമല്ലാത്ത അല്ലെങ്കിൽ കുടുംബ കേന്ദ്രീകൃതമല്ലാത്ത 2-3 പാർട്ടികളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഒന്ന് BJP, ഒന്ന് CPI, ഒന്ന് CPM. ഇതിൽ നിന്നും CPM-നെ മാറ്റേണ്ട ഘട്ടം വന്നിരിക്കുന്നു. മറ്റേറെക്കുറെ ഇപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും അതൊക്കെ ഒരു കുടുംബത്തിലാണ്. അഖിലേഷ് യാദവിൻ്റെ പാർട്ടി ആയാലും ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പാർട്ടിയാണ്. എന്നാൽ BJP-യും CPM-ഉം CPI-യും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ CPI-യെക്കുറിച്ച് ഞാൻ ആരോപണം പറഞ്ഞില്ല, പക്ഷേ CPM-ൽ വന്ന ഈ 2 മാറ്റങ്ങളുണ്ടല്ലോ. ഒരു വ്യക്തി സെറ്റ് ചെയ്യുന്ന അജണ്ടയിലേക്ക് വ്യക്തിയുടെ ആഗ്രഹത്തിനനുസരിച്ചേക്ക് മാറുന്നു. സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങൾ മാറ്റി അതൊക്കെ തന്നെ ലാസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി എങ്ങനെ ഭരണത്തിൽ കടിച്ചു തൂങ്ങി മുന്നോട്ട് പോകാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഞങ്ങളുടെ സ്പേസ് അവിടെ ഓപ്പണായി വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേഡർ പാർട്ടിയായി ഞങ്ങൾ മാത്രം മാറുന്നു. മറ്റൊന്ന്, ഈ പാർട്ടിയിൽ പ്രകാശ് കരാട്ടിൻ്റെ പ്രസംഗത്തിൽ ഒരിടത്ത് പോലും, ഒരുപക്ഷെ ഞാൻ കേൾക്കാൻ വിട്ടുപോയതാണെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഒരിടത്ത് പോലും ആശാവർക്കർമാരുടെ സമരം പരാമർശിച്ചില്ല. കേരളത്തിലെ കലാലയങ്ങളിലും സ്കൂളുകളിലും ഉൾപ്പെടെ കിട്ടുന്ന ലഹരി പദാർത്ഥങ്ങൾ MDMA, കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ വന്നല്ലോ ശ്രീ വിഷ്ണുപുര ചന്ദ്രശേഖരൻ്റെ. കേരളത്തിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ വിത്തിൻ 2 മിനിറ്റ്സ് എവിടെ വേണമെങ്കിലും MDMA എത്താവുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി ദേശീയ അന്വേഷണ ഏജൻസി NIA SDPIയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് ഞെട്ടിക്കുന്ന രേഖകൾ പിടിച്ചെടുക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് കളക്ട് ചെയ്ത പണം മുഴുവൻ പോയിരിക്കുന്നത് SDPI എന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഈ SDPI കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നത് എപ്പോഴാണ്? കഴിഞ്ഞ 9 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണകാലത്താണ് SDPI കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് മെമ്പർമാരും മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർമാരും ജയിക്കുന്ന സാഹചര്യമുണ്ടായത്. അത് ചർച്ച വന്നില്ല. ലഹരി മരുന്നിനെ കുറിച്ച് ചർച്ച വന്നില്ല. എല്ലാ ദിവസവും മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഞെട്ടലോടെ ഞങ്ങൾ രാവിലെ വയ്ക്കുന്നത്. കാരണം തലേ ദിവസം വൈകുന്നേരം കേരളത്തിലെ ഏത് സ്കൂളിലാണ് സംഘർഷം നടന്നത്?
8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ നെഞ്ചക്കു കറക്കി സ്വന്തം സഹപാഠിയുടെ നെഞ്ചത്തടിച്ച് അവനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല എവിടെ അല്ല, ഈ വിഷയങ്ങളൊന്നും ചർച്ച വരാതെ തുടർ ഭരണം എങ്ങനെ മുന്നോട്ട് പോകാം, ആ ഒരു കോൺഫിഡൻസ് ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ട് ലീഗിൻ്റെ മൊറലിനെ തകർത്തിട്ട് മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ ഇപ്പുറത്തോട്ട് എങ്ങനെ കൊണ്ടുവരാം, ഈ ഒരു അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുമ്പോഴേക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നു കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ഒറ്റ പോയിന്റോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മൂന്നാമതും ഭരണത്തിൽ വരാമെന്നുള്ളൊരു ചർച്ച നടത്താനുള്ള ഒരു വിൽ പവർ ഉണ്ടല്ലോ അവർക്ക്, ആ വിൽ പവർ അതുണ്ടാക്കി കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ദുർബലമായി പോയ, തകർന്നടിഞ്ഞു പോയ, ഇലക്ഷന് 1 വർഷം മുമ്പ് 6 പേർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരസ്പരം മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ ഈ ദുർബലാവസ്ഥയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ ധാർഷ്ട്യവും ഈ തൻ്റെടവും ജനകീയ പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തുടർ ഭരണം എന്നുള്ള വിഷയത്തിലേക്ക് പാർട്ടിയുടെ സമ്മേളന അജണ്ട സെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. ശരി, അവിടെ ശ്രീ പഴകുളം മധു, സാധാരണ നിലയിൽ കഴിഞ്ഞ 2 തവണ ഒഴികെ CPIM-ന്റെ സംസ്ഥാന സമ്മേളനങ്ങളിൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് അവതരണം, ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച എന്നുള്ളതാണ് നടക്കാറുള്ളത്. കഴിഞ്ഞ സമ്മേളനത്തിലാണ് അതിനൊരു മാറ്റം വന്നത്. ആ റിപ്പോർട്ടിന് കൂടെ പിണറായി വിജയൻ്റെ ഒരു നവകേരള രേഖ വന്നു, അതിന്മേൽ കൂടി ചർച്ച നടന്നു. ഈ സമ്മേളനത്തിൽ അതിൻ്റെ 2ാം എഡിഷൻ നവകേരള പുതുവഴികൾ എന്ന രേഖ വരുന്നു. ഒരു ദിവസം ഇതിനെക്കുറിച്ചും ചർച്ച നടക്കും. അപ്പോൾ പരമ്പരാഗത രീതികളിൽ നിന്ന് മാറുകയാണ്. അതിന് ഒരുപാട് വിവക്ഷകളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്ത് ഞങ്ങൾ പിന്നെയും ഭരിക്കാൻ പോവുകയാണ്, പിണറായി 3.0 എന്നുള്ളത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒന്നാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ എക്സർസൈസിലൂടെ CPM-ന് കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടോ, ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെ ഇവർ തന്നെ ഈ സമ്മേളനം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനായ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ പറഞ്ഞു, ഈ സമ്മേളനത്തിൻ്റെ തുടക്ക ദിവസം തന്നെ ഒരു കാര്യം അവർ തന്നെ വ്യക്തമാക്കി, പിണറായി 3 ഇല്ല, അതില്ലെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞങ്ങളെ ആരെങ്കിലും വന്നൊന്ന് രക്ഷിക്കോ എന്നുള്ള മുറവിളിയാണ് കൊല്ലത്തെ CPI സമ്മേളനം. അതുകൊണ്ടാണ് ലീഗിനെ സാന്ത്വനിപ്പിക്കുന്നത്. എത്രയോ തവണ ലീഗിൻ്റെ പിന്നാലെ നടന്ന് ഇളിഭ്യരായ കൂട്ടരാണിവർ. അപ്പോൾ ഇവർക്ക് ഭൂരിപക്ഷ വർഗീയത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏശിയില്ല, അപ്പോൾ ഇളിഭ്യരായി, മണ്ടത്തരം പറ്റി. എന്നാൽ ഇപ്പോൾ ഇതാ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എന്ന് KC വേണുഗോപാൽ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞാൻ ഒരു കാര്യം താങ്കളോട് പറയാം. ഇന്ന് G. സുധാകരൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് അറിയാം, അദ്ദേഹം ഇവർ കാലക്കേടിൻ്റെ ദുർഭൂതങ്ങൾ എന്നാണ് CPM-ന്റെ ഈ സമ്മേളനം നയിക്കുന്ന ആൾക്കാർ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കുന്തവും കുടച്ചക്രവും നയിക്കുന്നു പൊൻലോകം സൃഷ്ടിക്കേണ്ട ചൈതന്യ സ്വരൂപത്തെ, കുന്തവും കുടച്ചക്രവുമാണ് നയിക്കുന്നതെന്ന് പിണറായി വിജയനെ മുഖത്ത് നോക്കി G. സുധാകരൻ വിളിച്ചിരിക്കുകയാണ്. G. സുധാകരനെയും സുരേഷ് കുറുപ്പിനെയും വിടുപ്പ് ഭാണ്ഡം പോലെ വലിച്ചെറിഞ്ഞിട്ട് ഈ പറയുന്ന ആൾക്കാരെയൊക്കെയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ദുരന്തമാണ് ഈ പാർട്ടി നേരിടുന്നത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിടുകയാണ്. അവരാരെയും വേണം നേതാവാക്കിക്കോട്ടെ, എന്ത് ചെയ്തോട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ പിണറായി 3 ഇല്ലെന്ന് വ്യക്തമായി. പിണറായി, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ മതി, പിണറായി തന്നെ വീണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, തുടർ ഭരണം 3ാം വട്ടം എന്ന് നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ 50% ഞങ്ങൾ ജയിക്കും, ജനങ്ങൾ കൈ ഉയർത്തി ഞങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഈ 2 വാക്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ഞങ്ങൾ ഭരണത്തിൽ വരുമ്പം ഈ ഹസ്കറിനോടും എനിക്ക് ബഹുമാനായ ശ്രീ പ്രേമിനോടും പറയാനുള്ളൊരു കാര്യമുള്ളൂ, ഞങ്ങളുടെ ADB നിങ്ങളുടെ ADB എന്ന് പറഞ്ഞേക്കരുത്. ഞങ്ങളുടെ വിദേശ സർവകലാശാല നിങ്ങളുടെ വിദേശ സർവകലാശാല, ഞങ്ങളുടെ +2 നിങ്ങളുടെ പ്രീ ഡിഗ്രി ബോർഡ്, ഇത് പറയരുത്, ആ ന്യായം പറയരുത്. ഇപ്പം നവലിബറലിസവും എന്തിനാണ് 2ാം UPA സർക്കാരിൻ്റെ പിന്നീട് പിൻവച്ചിട്ട് പോയത്? ഈ ലിബറൽ നയങ്ങളെ നിങ്ങൾ വാരിപ്പുടരാൻ പോവുകയാണ് കേരളത്തിൽ. ആ അമേരിക്കൻ പക്ഷപാതിത്വമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ആണവ കരാറിനെതിരായി 2ാം UPA സർക്കാരിൻ്റെ പിന്തുണ പിൻവലിച്ച് പുറത്തുപോയി BJPക്ക് വഴിയൊരുക്കാൻ നോക്കിയവരല്ലേ? പിണറായി വിജയന്റെ ദേശാഭിമാന ലേഖനത്തിൽ BJP വളർത്തിയത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീ പഴകുളം മധു. അവിടെ ഡോക്ടർ പ്രേംകുമാർ ഉത്തരം പറയേണ്ട ചില വിഷയങ്ങൾ അവിടെ ഉണ്ട്. ശ്രീ പ്രേംകുമാർ, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ സമ്മേളനം നടക്കുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന വർഷമാണ്, 2ാം പിണറായി സർക്കാരിൻ്റെ. കഴിഞ്ഞ ഈ സർക്കാർ അധികാരത്തിലെത്താൻ നടന്ന തെരഞ്ഞെടുപ്പിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് പാലിച്ചില്ല, എന്തുകൊണ്ടത് പാലിക്കാൻ പറ്റുന്നില്ല, ഇനിയുള്ള 15 മാസം എന്തു ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നില്ലേ കുറെ കൂടി ഉചിതം? ഫോർ എക്സാമ്പിൾ, ഈ പ്രകടന പത്രികയുടെ 45ാം ഖണ്ഡിക ഇപ്പോൾ വൈറലാവുന്നുണ്ട്. 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കും തുടങ്ങി, സ്കീം വർക്കർമാരുടെ വേതനം ഉയർത്തും, മിനിമം കൂലി ഉയർത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഖണ്ഡിക. അപ്പോൾ അന്ന് പറഞ്ഞ ക്ഷേമ പദ്ധതികൾ ഡെലിവർ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് സർക്കാർ 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നത്. 1ാമത്തെ കാര്യം, അപ്പോൾ അതെങ്ങനെ
ഞങ്ങൾ മുൻനിർത്തി പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിക്കുക എപ്പോൾ എന്ന് വിശദീകരിക്കുന്നതിനപ്പുറത്ത് ഒരു നയരേഖ ഇറക്കുകയാണ്. ആ രേഖ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ 2026 വെച്ച് മാൻഡേറ്റ് വാങ്ങിച്ച് ആ നയരേഖ നടപ്പാക്കൽ എന്ന സമീപനത്തിലേക്ക് പോകാമല്ലോ. അത് അടുത്ത പ്രകടന പത്രികയായി ഇറക്കുന്നതായിരുന്നില്ലേ ഉചിതം? അഭിലാഷേ, ഒന്നാം തവണ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നത് ഒരു പ്രകടന പത്രികയും അതിൽ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞിട്ടുള്ള അവകാശവാദങ്ങളും എന്താ പറയുക പദ്ധതികളും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. രണ്ടാം തവണ ഇലക്ഷൻ നേരിട്ടത് അതിനോട് തൊട്ടപ്പുറത്തെ കയ്യിൽ എന്തൊക്കെ നടപ്പിലാക്കി 95% കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ള പ്രോഗ്രസ് റിപ്പോർട്ടും കൊണ്ടായിരുന്നു. രണ്ടാം വട്ടം 900-ലധികം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രകടന പത്രികയും കൂടി ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വർഷവും എന്തൊക്കെ നടപ്പിലാക്കി, എത്ര ശതമാനം നടപ്പിലാക്കി, എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, എന്തൊക്കെ പരിഹരിക്കണമെന്നുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും ഇറക്കുന്നുണ്ട്. അടുത്ത പ്രോഗ്രസ് റിപ്പോർട്ട് വരേണ്ടത് അടുത്ത ജൂലൈയിലാണ്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്യാനോ വെക്കാനോ ഉള്ളതല്ല ഈ സമ്മേളനം, ഉറപ്പാണ്. 2022 എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞിരുന്ന 25 വർഷത്തിനപ്പുറത്തെ കേരളത്തെ വിഭാവനം ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്ന് അവതരിപ്പിച്ച രേഖയുടെ നവകേരള വികസന രേഖയുടെ ഒരു റിവൈവ്ഡ് എഡിഷൻ, അതിൻ്റെ എന്താ പറയുക എഡിറ്റഡ് വേർഷനാണ് ഇന്ന്. അതിൻ്റെ കരടാണ് നിങ്ങൾക്ക് കൂടെ തന്നില്ല, ഞാൻ എൻ്റെ ഒറിജിനൽ ഡീറ്റെയിൽ വായിച്ചിട്ടില്ല. അതിൽ കൃത്യമായിട്ട് 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, 2022 മുന്നോട്ട് വെച്ച വികസന രേഖയിൽ എന്തൊക്കെ നടപ്പിലാക്കി. രണ്ടാമത്തത്, കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്. 2016 കേരളത്തിലെ അവസ്ഥ എന്തായിരുന്നു, മഹാനായ ഉമ്മൻചാണ്ടി എന്താ പറയുക പുറത്തു പോകുന്ന സമയത്തുള്ള അവസ്ഥ എന്തായിരുന്നു, ഇവിടുത്തെ റോഡ് എന്തൊക്കെയായിരുന്നു. 2024 അവസ്ഥ എന്താണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി എന്നല്ല, ഇനി എന്തൊക്കെ ചെയ്യണം. ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ പുരോഗതികൾ എന്തൊക്കെയാണ്. നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിന് ജനവിരുദ്ധവും കേരള വിരുദ്ധവുമായ നിലപാടുകൾ എന്താണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് UDF കുടപിടിച്ചു കൊടുക്കുന്നത്. നാലാമത്തത്, ഇനി എന്തൊക്കെയാണുള്ള പ്ലാൻസ്. 2040 കേരളത്തെ ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണാനുള്ള പദ്ധതിയാണ് നിങ്ങൾ ഈ പറയുന്ന വികസന രേഖ. മറ്റത് പ്രോഗ്രസ് റിപ്പോർട്ടാണ്. പ്രോഗ്രസ് റിപ്പോർട്ട് ഇത്ര കാലം കഴിഞ്ഞ 7 വർഷം 8 വർഷം ചെയ്തു. നരേന്ദ്രമോദി 2047 കാണുന്നത് പോലെ പിണറായി വിജയൻ 2040 കാണുന്നു. ഓക്കെ, നരേന്ദ്രമോദി വികസിത ഭാരത് എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ നവകേരളം എന്ന് കാണുന്നു. ഓക്കെ, അതിനൊന്നും കുഴപ്പമില്ല. ഭരണാധികാരികൾക്ക് അതിനുള്ള അങ്ങനെ സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട്. അതിന് മാൻഡേറ്റ് വാങ്ങിക്കണം ഓരോ 5 വർഷം എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ചോദ്യം, ചെയ്ത കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞും ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി കാണിച്ചിട്ടുമാണല്ലോ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവേണ്ടത് എന്നുള്ളതാണ്. അല്ല അഭിലാഷ് പറയുന്നത് ശരിയല്ല. നരേന്ദ്രമോദി 2047 ഇങ്ങനെ ആക്കുമെന്ന് പറയുകയും പോവർട്ടി ഇൻഡെക്സിലും ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂവിലും സകല കാര്യങ്ങളിലും മീഡിയ ഫ്രീഡത്തിലടക്കം താഴോട്ട് ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാഫ്. അതൊരു ഫാക്റ്റാണ്. കേരളത്തിന്റെ കേസ് അങ്ങനെയല്ലെന്നേ. കേരളത്തിന്റെ കേസ് അങ്ങനെയല്ല എന്ന് പറയുന്നത് പിണറായി വിജയനല്ല, CPM അല്ല, നാഷണൽ ലെവലിലുള്ള BJP സർക്കാരിന്റെ കീഴിലുള്ള നീതി ആയോഗ് അടക്കമുള്ള ഏജൻസികളാണ്, ഇന്റർനാഷണൽ ഏജൻസികളാണ്, സ്റ്റാർട്ടപ്പ് ജിനോം പോലുള്ള. അപ്പോഴാണ് VD സതീശൻ വന്ന് പറയുന്നത് കൈക്കൂലി കൊടുത്തിട്ടാണ് പറയുന്നത്. ഈ രീതിയിലാണ് ഇവരിതിനെ നേരിടുന്നത്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഗോവിന്ദ മാഷ് പറഞ്ഞ ഏറ്റവും രസകരമായ ഒരു കാര്യമായിരുന്നു, ആ VD സതീശൻ എന്ത് മര്യാദയ്ക്ക് വർത്താൻ പറഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ്. കനകോലുവിൻ്റെ ഉപദേശം കേട്ടിട്ട് വികസനത്തിനെതിരെ സംസാരിച്ചാൽ വോട്ട് കിട്ടും എന്ന് കരുതിയിട്ട് അയാൾ ഇപ്പം എന്തൊക്കെയാ പറയുന്നത്. കേരളത്തിൽ യാതൊരു സംശയവും വേണ്ട LDF 3 എന്നുള്ളത് ലോഡിയെ തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് LDF മുന്നോട്ട് വെച്ചതും നടപ്പിലാക്കിയ കാര്യങ്ങളുടെ ഏറ്റവും പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങുകയാണ്. യഥാർത്ഥ അർത്ഥത്തിൽ ഒന്നാം തവണ 2021 തൊട്ട് മുമ്പ് ഭയങ്കരമായ ക്രൈസിസ് മാനേജ്മെന്റ് ആയിരുന്നു LDF ഗവൺമെന്റും പിണറായി വിജയനും ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പം ചെയ്യാനുള്ളത് ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ റിസൾട്ട്സ് ആളുകളുടെ മുന്നിൽ വെക്കുക എന്നുള്ളതാണ്. അത് ഇവർ പറയുന്ന പോലെ ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് റോഡായിരുന്നാലും ഗെയിൽ പൈപ്പ് ലൈൻ ആയിരുന്നാലും വാട്ടർ മെട്രോ ആയിരുന്നാലും എന്തായിരുന്നാലും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് 2021 അധികാരത്തിലെത്തുന്നതിന് മുൻപ് ക്ഷേമ പെൻഷനുകൾ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു. 4 കൊല്ലമായി 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. അംശാദായം വാങ്ങിക്കുന്ന ക്ഷേമനിധി പെൻഷനുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ അടക്കമുള്ള സ്കോളർഷിപ്പുകൾ മുടങ്ങിക്കിടക്കുന്നു. APJ അബ്ദുൽ കലാം അടക്കമുള്ള മദർ തെരേസ അടക്കമുള്ള സ്കോളർഷിപ്പുകൾ മുടങ്ങിക്കിടക്കുന്നു എന്ന് മാത്രമല്ല LSS USS പരീക്ഷകൾ പോലും നടത്താൻ പറ്റുന്നില്ല. തുടങ്ങി അങ്ങോട്ട് സ്കീം വർക്കർമാരുടെ പ്രശ്നം അടക്കം, ഏറ്റവും ഒടുവിലെ ആശാ തൊഴിലാളികളുടെ സമരം അടക്കം, ഓണറേറിയങ്ങൾ, ആനുകൂല്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്ന, കുടിശ്ശിക കിടക്കുന്ന ഒരു സംസ്ഥാനത്തെ കുറിച്ചാണ് നമ്മളിതാ തേനും പാലും ഒഴുകുന്നത് എന്ന നിലയിൽ ചിത്രീകരിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. ശ്രീ പ്രേംകുമാർ,
ഇല്ല അഭിലാഷ്, തേനും പാലും ഒഴുകുന്ന രീതിയിലൊന്നും ആരും ചിത്രീകരിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായിട്ട് ഇങ്ങനെ, അതായത് മുഴുവൻ സ്റ്റേറ്റുകളെയും ഞെരുക്കുന്ന കൂട്ടത്തിൽ കേരളത്തിനെ സവിശേഷമായും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് നിലവിലുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നുണ്ട്. ആരും പറഞ്ഞിട്ടില്ല കേരളത്തിൽ തേനും പാലുമാണെന്നുള്ളത്. വളരെ വളരെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഉണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത, വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടില്ലാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ഉണ്ട്. അത് ചൂണ്ടിക്കാണിക്കേണ്ടത് മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ധർമ്മം തന്നെയാണ്. അതാണ് ഇവർ ചെയ്യേണ്ടത്. പക്ഷെ ഇവർ ചെയ്യുന്നത് അതല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവര് ഇപ്പൊ കോടതി നിർദ്ദേശപ്രകാരം ഒരു കുട്ടി ജുവനൈൽ എന്താ പറയുക കേസിൽപ്പെട്ട ഒരാൾ പരീക്ഷ എഴുതുമ്പോൾ അവിടെ പോയി സമരം ചെയ്യുകയാണ് ചെയ്യുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നടക്കേണ്ടുന്ന ഒരു കാര്യമാണത്. അത് തടയുകയാണ് ചെയ്യുന്നത്. ബിരിയാണി ചെമ്പിൽ സ്വർണ്ണം ഉണ്ടെന്ന് പറയുമ്പോൾ പോയിട്ട് സമരം ചെയ്ത് ഇതാണ് സമ്മേളനം എന്ത് ചർച്ച ചെയ്യുന്നു, അതിന്റെ പ്രസക്തി എന്ത് എന്നുള്ളതാണ് വിഷയം. ഇപ്പോ പ്രതിപക്ഷം ചെയ്യുന്നത് എന്ത്, ഭരണപക്ഷം ചെയ്യുന്നത് എന്ത് എന്നുള്ളതിലേക്ക് ഞാൻ വരാൻ പറ്റുമെങ്കിൽ ശ്രീ വി രാജേഷ്, അപ്പോൾ പിണറായി വിജയൻ ഒരു വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്രത്തിൽ ഇത് ചെയ്യാറുണ്ടല്ലോ, വിഷൻ ഡോക്യുമെന്റ്, അമൃതകാലത്തിന് വേണ്ടിയുള്ള വിഷൻ ഡോക്യുമെന്റ് നരേന്ദ്രമോദി അവതരിപ്പിച്ചിട്ടില്ലേ? ഇപ്പൊ പിന്നെ പിണറായി വിജയൻ കേരളത്തിലെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ വിഷൻ ഡോക്യുമെന്റ്, കേരളത്തെ മെച്ചപ്പെടുത്താനുള്ള ഡോക്യുമെന്റ് അവതരിപ്പിച്ചാൽ കുഴപ്പമാണോ? ഇപ്പോൾ സ്വകാര്യ മൂലധനത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സർക്കാരുകളും, യൂണിയൻ സർക്കാരായാലും ഈ രാജ്യത്തെ ഫെഡറൽ സർക്കാരുകളായാലും ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ മാത്രം സ്വകാര്യ മൂലധനം വേണ്ട, അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നില്ല, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ നയപരമായി ഇപ്പോൾ CPM വരുത്തുന്ന ഈ പുതിയ നയരേഖയോട് എന്തെങ്കിലും വ്യത്യാസമോ എതിരഭിപ്രായമോ BJPക്കുണ്ടോ? പിണറായി വിജയൻ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവരുടെ മുഖ്യമന്ത്രിക്ക് വികസന രേഖ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ആ വികസന രേഖ അവതരിപ്പിച്ചതിനെ പോസിറ്റീവ് ആസ്പെക്റ്റാണ് കാണുന്നത്. ഞാൻ സൂചിപ്പിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വന്ന ചേഞ്ചാണ്. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, സംസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ ജില്ലാ സമ്മേളനമാണെങ്കിൽ ജില്ലാ സെക്രട്ടറി അവരുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു, അതിന്മേലുള്ള അവരുടെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ച, അതിൽ നിന്നൊക്കെ മാറി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു റിപ്പോർട്ടോ പ്രോജക്റ്റോ അവതരിപ്പിക്കുന്നു. അതിൽ ചുറ്റിപ്പറ്റിയുള്ള മാധ്യമ ചർച്ചകളിലും അതിൽ ചുറ്റിപ്പറ്റിയുള്ള പാർട്ടി സമ്മേളനങ്ങളിലുമേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ചേഞ്ചാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പഠിച്ച കാര്യം ഞാൻ മാതൃഭൂമിയുടെ മുമ്പ് പ്രസൻറ്റ് ചെയ്തത്. അല്ലാതെ അദ്ദേഹം വികസന രേഖ അവതരിപ്പിക്കുന്നതിന് ഇവിടെ ആൾക്കാർ തടസ്സം. CPMന്റെ വികസന പാർട്ടി സമ്മേളനത്തിൽ അവരെന്താ അവതരിപ്പിച്ചത്, എനിക്കെന്താ കാര്യം? എനിക്കതുപോലെ ഞാൻ പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല, അവരവതരിപ്പിച്ചോട്ടെ. പക്ഷേ ഒരു പ്രശ്നം, ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്, ഞാനാണ് സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്, അവിടെ നേരത്തെ അഭിലാഷ് പറഞ്ഞതുൾപ്പെടെയുള്ളൊരു ചെയിൻ ഓഫ് ഇഷ്യൂസ് ഉണ്ട്. അവിടെ ഏറ്റവും ഞാൻ ചോദിക്കട്ടെ, 9 വർഷം ഈ സംസ്ഥാനം പിണറായി വിജയൻ ഭരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കേരളത്തിൽ നാളെ ഈ നാടിനെ നയിക്കേണ്ട, നാളെ എന്ന് പറയണ്ട ഇന്ന് നയിക്കുന്നത് യുവാക്കളാണ്. ഈ യുവാക്കൾ, യുവതലമുറ മുഴുവൻ തന്നെ ലഹരിയുടെ പിടിയിൽ അകപ്പെട്ട് നിൽക്കുമ്പോഴേക്കും അതിനെക്കുറിച്ച് ഒരു അക്ഷരം അദ്ദേഹം പരാമർശിക്കുന്നില്ലല്ലോ. ഈ ലഹരി മാഫിയകളെ ഏതു തരത്തിൽ കൈകാര്യം ചെയ്യാം, ആ വിഷയമില്ല. നാളെ കേരളത്തിൽ അഭിലാഷ്, ഈ പണ്ട് മദ്യപിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. പക്ഷേ അതിനേക്കാൾ എന്ത് അപകടകരമായ ഒരു സാഹചര്യമാണ് പെൺകുട്ടികൾ ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഇപ്പോൾ എന്താണ് പ്രോപ്പർ പ്ലാൻ ഉള്ളത്? ആശാവർക്കന്മാരുടെ സമരം ഞാൻ ആവർത്തിക്കുന്നില്ല, സമൂഹത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അത് പറയാതെ ഇവർ വികസന രേഖ പറഞ്ഞിട്ട് മൂന്നാമത്തെ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പിണറായി വിജയൻ തന്നെ പറഞ്ഞ ഇപ്പോൾ അതിൽ 8-10 കാര്യങ്ങൾ എല്ലാം ഒരേ കാര്യങ്ങളാണ്, ഭാഷ മാറ്റി പറഞ്ഞതേ ഉള്ളൂ. അത്തരത്തിൽ വൻ പദ്ധതികൾ കൊണ്ടുവരും, ഇവിടുന്ന് വൻ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരും. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ റോഡും റെയിലും വികസനം ഉണ്ടാക്കുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്ന 4ാമത്തെ 5ാമത്തെ പോയിന്റ് എന്നാണ് ഞാനൊരു ചാനൽ കണ്ടത്. അങ്ങനെ പറയുമ്പോൾ 1 ഇഞ്ച് ഭൂമി പോലും കേന്ദ്രം പണം കൊടുക്കാൻ തയ്യാറായിട്ട് പോലും 1 ഇഞ്ച് ഭൂമി പോലും ഏറ്റെടുത്ത് വികസനത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ 9 വർഷമായിട്ട് സാധിക്കാത്ത സർക്കാർ, ആ സർക്കാരിന് എങ്ങനെയാണ് അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ഇല്ലാതെ ദേശീയപാത പണിതത് നേരത്തെ പതിറ്റാണ്ടുകൾ സ്ഥലമേറ്റെടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല, അല്ല അത് കഴിഞ്ഞ 9 കൊല്ലത്താണ്. കിഫ്ബി വഴി 5500 കോടി രൂപ കൊടുത്തിട്ടാണ്. ആലപ്പുഴയിൽ ഞാൻ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ആലപ്പുഴയിൽ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് സ്ഥലം ഏറ്റെടുത്തത്. 30-40 വർഷം മുമ്പ് ഏറ്റെടുത്ത സ്ഥലം ഏറ്റെടുത്ത കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരിന് ഇച്ഛാശക്തിയില്ലാത്തോടെ നടക്കാത്തത്. കഴക്കൂട്ടംകാരോട് 30 മീറ്റർ വീതിയിൽ കഴിഞ്ഞ 40 വർഷം ഏറ്റെടുത്ത സ്ഥലം, കഴക്കൂട്ടംകാരോട് കഴിഞ്ഞ 40 വർഷം മുമ്പ് സ്ഥലം ഏറ്റെടുത്ത പുല്ലും കാടും അത് നരേന്ദ്രമോദി സ്ഥലം ഉടമകൾക്ക് ഭൂമി
ഭൂമി ഏറ്റെടുത്തതിന് ശേഷം അവർക്ക് പണം കൊടുക്കുക, സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് NHAI ഏൽപ്പിക്കുക. NHAI കേരളത്തിലെ ഓഫീസ് പൂട്ടിപ്പോയ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇപ്പോ നമുക്ക് ദേശീയപാത 1.5 കൊല്ലത്തിനകം വരാൻ പോകുന്നത്. NHAI ഇവിടെ വന്നിട്ട് ഉദ്യോഗസ്ഥർ മാനത്തോക്കി ഇരിക്കാൻ പറ്റുമോ? ഭൂമിയില്ല. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, തിരുവനന്തപുരത്ത് കരമന മുതൽ കളിക്കവള റോഡുണ്ടല്ലോ, ബാലരാമപുരം ഏറ്റവും തിരക്കുള്ള സ്ഥലം. എന്തേ ബാലരാമപുരത്ത് വരുന്ന ഒരു 1.5-2 കിലോമീറ്റർ റോഡ് സ്ഥലമേറ്റെടുത്തോടെ സംസ്ഥാന സർക്കാർ സാധിക്കുന്നില്ല? ആ ബാലരാമപുരം ജംഗ്ഷന്റെ തൊട്ടുപുറത്ത് വന്നിട്ട് വികസനം അവസാനിച്ച് നിൽക്കുകയല്ലേ? എന്തേ കേരള സർക്കാർ സാധിക്കുന്നില്ല? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എത്ര തവണ കത്തെഴുതി? എന്തേ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല? അതേ പ്രശ്നം കേരളത്തിൽ പല സ്ഥലത്തുമില്ലേ? ബാലരാമപുരത്ത് എന്ത് പ്രശ്നമാണ് വികസനത്തിന് തടസ്സമായിരിക്കുന്നത്? അതേ പ്രശ്നം കേരളത്തിൽ പല സ്ഥലത്തുമില്ലേ? എന്തുകൊണ്ട് പിണറായി വിജയൻ ഗവൺമെന്റ് അഡ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല? ബാലരാമപുരത്ത് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. പക്ഷേ 2026 ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്രത്തിൽ NHAIയുടെ ഈ റോഡ് പണിയായിരിക്കും. കേരളത്തിൽ ഹൈവേ പൂർത്തീകരിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, ശ്രീ രാജേഷ്, 2016 കെ സുരേന്ദ്രന്റെ, താങ്കളുടെ നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനും ഗെയിലിന് പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനും കഴിഞ്ഞാൽ പിണറായി വിജയനെ ഞാൻ സമ്മതിക്കാമെന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ ആ പോസ്റ്റ് ഉണ്ടോ എന്നറിയില്ല. പക്ഷേ 2016 കെ സുരേന്ദ്രൻ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യവും നടന്നു കഴിഞ്ഞു എന്ന കാര്യത്തെ നമുക്ക് എന്താ പറയുക, അംഗീകരിക്കാതിരിക്കാനോ മറക്കാനോ പറ്റില്ല. അഭിലാഷ്, ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേയുടെ സ്ഥലമൊക്കെ തന്നെ 30-40 വർഷം മുമ്പ് എടുത്തിട്ട സ്ഥലമാണ്. ചില സ്ഥലങ്ങളിലുള്ള എതിർപ്പ്, നരേന്ദ്രമോദി ഗവൺമെന്റ് ശക്തമായ സമ്മർദ്ദം കൊണ്ട് ചില സ്ഥലങ്ങളിലുള്ള CPM-ഉം CIT-യും സമരം ചെയ്ത് തടസ്സപ്പെടുത്തിയിരുന്ന ചില തടസ്സങ്ങൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം പാർട്ടിയിലൂടെ അവർ ഞാനാണ് മുഖ്യമന്ത്രി, ഇനി നടക്കണം, പല സ്ഥലങ്ങളിലും തടസ്സം, ദേശീയപാത വികസനത്തിന് അനുകൂലമാണെന്ന് അന്ന് പിണറായി വിജയൻ UDF സർക്കാരിന്റെ കാലത്ത് പറഞ്ഞതാണ്. ഇത് ഒരു തരത്തിലും വസ്തുത. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വിഷയങ്ങളിലേക്ക്. ഇടവേള. ശ്രീ BN അസ്കർ, ഈ സമ്മേളനം കഴിയുമ്പോൾ സാധാരണ നിലയിൽ സ്വയം വിമർശന പ്രക്രിയ ഒരു ഗവൺമെന്റിന്റെ ഭാഗമാകുമ്പോൾ വളരെ ശക്തമായി നടക്കേണ്ടതാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ അധികം കേൾക്കാതെ ഒരു സമ്പൂർണ്ണ മാൻഡേറ്റോടുകൂടി പിണറായി വിജയന്റെ അപ്രമാദിത്വം പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമായിട്ടായിരിക്കുമോ കൊല്ലത്തെ സമ്മേളനം കൊടിയിറങ്ങുക? അതിലെ CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ ഇത്തരത്തിൽ അങ്ങനെ അങ്ങ് ഇപ്പോൾ പറയുന്ന രീതിയിലല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അപ്രമാദിത്വത്തിലേക്കല്ല. CPM-ന്റെ പ്രവർത്തകരുടെയും അതുപോലെ സമ്മേളന പ്രതിനിധികളുടെയും മുഴുവൻ ആശയങ്ങൾ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റിപ്പോർട്ടിന്മേൽ ഓരോ ജില്ലകളും തരംതിരിഞ്ഞിരുന്ന് ഗ്രൂപ്പ് ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ആ ആശയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. അതിൽ വിമർശനങ്ങളുണ്ട്, സ്വയം വിമർശനങ്ങളുണ്ടാവും. നിശ്ചയമായും വിമർശനത്തിൻ്റെ കൂരമ്പുകൾ ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. അത് എല്ലാ സമ്മേളനങ്ങളും CPM-ന്റെ രീതി അതാണ്. സ്വാഭാവികമായും അതൊരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളായതുകൊണ്ട് മാധ്യമങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കേൾക്കില്ല. നിങ്ങൾക്ക് ലഭിക്കുന്നത് ചില ഊഹാപോഹങ്ങളും കെട്ടുകഥകളും മാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ ഒരു കൃത്യമായ അജണ്ട എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിനെ വിമർശിക്കാൻ ഏതൊക്കെ തരത്തിൽ അവസരം ലഭിക്കുന്നു ആ അവസരങ്ങൾ നിങ്ങൾ വിനിയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഗവൺമെന്റിന്റെ നാഥനെന്ന നിലയിൽ സഖാവ് പിണറായി വിജയൻ. ശരി, എന്തായാലും നാളെയാണ് സമ്മേളനത്തിൽ പൊതു ചർച്ച ആരംഭിക്കുക. നാളെ രാവിലെ മുതൽ എത്ര ആരോഗ്യകരമായ ചർച്ച, എത്ര രൂക്ഷമായ ചർച്ച നടക്കുമെന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനിയും 2-3 ദിവസം കൂടിയുണ്ട് CPM സമ്മേളനം. അപ്പോൾ കാണാം. എൻ്റെ 4 പാനലിസ്റ്റുകൾക്ക് നന്ദി. സൂപ്പർ പ്രൈം ടൈം കൊല്ലത്ത് നിന്ന് അവസാനിക്കുന്നു. നമസ്കാരം.